ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഈസി ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ചൂട് പാലൊഴിച്ച് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. കാരണം ഇതൊന്ന് സോക്കായി വരണം കേട്ടോ, നല്ല ബ്രെഡൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണ്ടേ. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 മുട്ട, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ വാനില എസൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒന്ന് ബീറ്ററിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ബീറ്റൊക്കെ ചെയ്ത് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കാരമൽ സോസ് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ഈ കാരമൽ സോസൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച മിക്സ് എടുത്ത് ഇതിലൊഴിച്ചു കൊടുക്കാം. ഇത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ വേറെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പാത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഹാഫ് ആൻ അവർ ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം സാധനം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിതൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അങ്ങനെ ഞാനും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ദാണ്ട് ഇത് പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ കാരമൽ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.